ജൂലൈ മാസത്തിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. അത് 30/7/2024 വരെ കോടതിയിൽ അവർ തരും എന്ന് പറഞ്ഞു. 30/7/24 ഈ സെക്ഷൻ ഞങ്ങൾ റിപ്പീൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി നമ്മൾ പറഞ്ഞു ആ പണം ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ്, ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു അതല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കോടതി ആ കേസ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. WPC നമ്പർ 28/509/2024 എന്ന കേസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു തീരുമാനമായില്ല, ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതിൽ വാക്കിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കടങ്ങൾ എഴുതി തള്ളുകയല്ല, ഏറ്റെടുക്കുകയാണ്, സർക്കാർ ഏറ്റെടുക്കുകയാണ്. ആ ബാധ്യത പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ ആ പണം ബാങ്കിൽ അടയ്ക്കുകയാണ്. റൈറ്റ് ഓഫ് ചെയ്യാൻ സർക്കാരിന് അവകാശമില്ല, അത് കേന്ദ്രത്തിന് അവകാശമുള്ളൂ. അത് പിന്നീട് വിശദീകരിക്കപ്പെടും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്രീകരിക്കാമോ? ഏതാണ്ട് എല്ലാവരുടെയും കടങ്ങൾ ഈ ലിസ്റ്റിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, വളരെ പ്രധാനമായിട്ടും 6 മേഖലകളിലുള്ള ആളുകളെ പൂർണ്ണമായിട്ടും ഇതിൽ പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിലും പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൽപ്പെട്ട അന്യായമായ ആളുകളുണ്ടെങ്കിലും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ദുരന്ത നിവാരണ വകുപ്പിൻ്റെ സെക്രട്ടറിയും ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറിയും അംഗങ്ങളായിട്ടുള്ളൊരു കമ്മിറ്റിക്ക് മുമ്പാകെ അവർക്ക് പരാതി കൊടുക്കാം. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, 3 ഘട്ടങ്ങളിലായിട്ടുള്ള 400 ചില്ലുവാനം പേരടങ്ങുന്ന ഫേസ് 1, ഫേസ് 2A, ഫേസ് 2B ഉണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് 3 വിഭാഗത്തിലെ ആളുകളുണ്ട്. ഉപജീവന ഭത്ത മാത്രം മേടിക്കുന്ന ആളുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നമ്മളെത്തി. കച്ചവടക്കാരുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം നേരത്തെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു, സർക്കാരിൻ്റെ പരിഗണനയിലാണ്. സർക്കാർ അതും തീരുമാനിക്കും തുടർച്ചയായിട്ട്. CMDRF പൂർണ്ണമായിട്ടും. ഉറപ്പായിട്ടും ഒരു സംശയവും വേണ്ട. കേന്ദ്ര ഗവൺമെൻറ് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത മര്യാദകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ദുരന്തമുഖത്ത് കാണിച്ചത്. ഒരു ഗവൺമെൻറ് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും പരസ്പരം കാണിക്കേണ്ട ചില മര്യാദകളും ചില മനുഷ്യത്വപരമായ സമീപനങ്ങളും ഉണ്ട്. ഒരു മനുഷ്യത്വവും ഇല്ലാത്ത നിലപാട്. 2005 ദുരന്ത നിവാരണ ആക്ടിൻ്റെ സെക്ഷൻ 13 പ്രകാരം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നാച്ചുറൽ ഒരു ദുരന്തം പ്രഖ്യാപിച്ചാൽ ആ ദുരന്തത്തിൽപ്പെട്ടവരുടെ കടമെഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമുണ്ടെന്നിരിക്കെ 1.5 വർഷക്കാലമായിട്ടും ആ കടമെഴുതി തള്ളിയിട്ടില്ലെന്ന് മാത്രമല്ല, കേരളം ആവശ്യപ്പെട്ടു എന്നൊറ്റ കാരണത്താൽ ഈ സെക്ഷൻ 13 മാത്രമായി ഒരു ആക്റ്റിൽ നിന്ന് റിപ്പീൽ ചെയ്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടി കേരളത്തിനോടുള്ള പകപോക്കലാണ്. അത് ചൂരൽമലയിലെ മനുഷ്യരോടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ്. അതിന് മറുപടി കേന്ദ്ര ഗവൺമെൻറ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ടി വരും. സെക്ഷൻ പുതിയതായൊന്നും ഉണ്ടാക്കണ്ട. 2005 ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു അവകാശം ഉണ്ടെന്നിരിക്കെ അത് പ്രയോഗിക്കില്ല എന്ന് വാശി പിടിക്കാനും അത് പിൻവലിക്കാനും എന്തേ കാരണം? ഇത് കേരളത്തെ മാത്രം ബാധിക്കുകയല്ല, നാളെ മറ്റൊരു സംസ്ഥാനത്തിലുണ്ടായാലും BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലുണ്ടായാലും അവർക്ക് കൂടി കിട്ടേണ്ട ഒരു ആനുകൂല്യത്തെയാണ് കേരളത്തിനോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടി മാത്രം പിൻവലിച്ചത്. 2024 ജൂൺ മാസത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ കോടതിയോട് പറഞ്ഞാണ് ഞങ്ങൾ തയ്യാർ. പക്ഷേ കോടതി പറഞ്ഞു ഇതൊരു പരമാധികാര ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്, നിങ്ങളിതിന് മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളതിന് കാത്തിരുന്നതാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ SLBCയുമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടതും പിന്നെ ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ച കാലത്ത് വായ്പയിലെ പലിശ സംബന്ധിച്ച ഒരു ഡിസ്കഷനുമാണ്. അത് കഴിഞ്ഞാൽ നേരെ കൊടുക്കാൻ പറ്റും, അതിനൊക്കെ മുമ്പ് കൊടുക്കാൻ പറ്റും.